ഉറങ്ങിയിട്ടില്ല. സത്യത്തില് രാത്രി ഉറക്കം കിട്ടിയിട്ടില്ല. ആ ഒരു തലവേദന ഒരു ക്ഷീണമുണ്ട്. എന്നാലും എത്ര ഉറങ്ങിയിട്ടില്ലെങ്കിലും എത്ര അധ്വാനിച്ചാലും ഒരു ക്ഷീണം എനിക്ക് മനോഭിക്കൂടെ അങ്ങനെ വരുത്തില്ല. പക്ഷെ ഇതെന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. പക്ഷെ എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. ഞാൻ അപ്പോഴാണ് എന്റെ ഫോണിങ്ങനെ നോക്കുമ്പോൾ എന്റെ ഉമ്മയെ ഇന്ന് വിളിച്ചിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ഉറങ്ങി എഴുന്നേറ്റാൽ ഞാൻ എന്റെ ഉമ്മയെ വിളിക്കണം. ഒരുപക്ഷെ എന്റെ ഭാര്യ 3 തവണ മിസ് കോൾ അടിച്ചാലും എന്റെ ഭാര്യയെ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഉമ്മയോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അവരോട് സംസാരിക്കൂ. അത് ഇവിടെ നല്ല ഗൾഫിലായാലും. ഞാൻ 30 വർഷം ഗൾഫിലായിരുന്നു, സൗദി അറേബ്യയിൽ. എന്റെ ഉമ്മാക്ക് ഒരു നേരം വിളിക്കാതെ കണ്ടിട്ട് ഒരു നേരം 2 പ്രാവശ്യം വിളിക്കും. ഒന്ന് രാവിലെ വിളിക്കും, ഒന്ന് രാത്രി വിളിക്കും. അത് ഇവിടുന്ന് പാനൂർക്കും വിളിക്കുന്നു. ഞാനിപ്പോ ഈ അടുത്താണ് ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണം എന്റെ ഉമ്മാനോട് കേൾക്കുകയാണ് അധികവും. ഇപ്പൊ ഞാൻ പിന്നെ ഇവിടെ കുറച്ച് എന്തൊക്കെയോ ഒരു ചുറ്റിക്കളിയും പ്രവർത്തനം ആയതുകൊണ്ട് ഉമ്മാനത്ത് പോകും. പക്ഷെ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും ഞാൻ ഉമ്മാനെ വിളിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ എന്റെ ഉമ്മാനെ ഇന്ന് ഞാൻ വിളിച്ചില്ല. ഇപ്പൊ ഉമ്മയായിട്ട് സംസാരിച്ചപ്പോ ആ ഒരു ഉന്മേഷം എനിക്ക് കിട്ടിയതാ. അപ്പൊ എനിക്കിപ്പോ എവിടെയോ ഒരു ഇത് വന്നതാണല്ലോ, ഉമ്മയായിട്ട് സംസാരിച്ചപ്പോ ആവേശം കിട്ടിയ. ഞാൻ പറയുന്നത് മക്കളെ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ ഉപ്പ എന്ന് വിളിക്കാൻ ഒരാളില്ല എങ്കിലുണ്ടല്ലോ, ആ വീട് ഖബർസ്ഥാനാണ്. നമ്മൾ കണ്ടിട്ട് ഖബർസ്ഥാനാണ്, ആ ഖബർസ്ഥാനാണ് നമ്മൾ വീട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മാന്റെ ഉപ്പാന്റെ വില മനസ്സിലാക്കുക. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഉമ്മ നമ്മളെ 9 മാസം നമ്മൾ വയറ്റിലിട്ട് പോറ്റിയെന്ന്. പക്ഷേ ഒരു ഉപ്പ ഒരു മക്കളെ ജീവിതകാലം ചുമലിലേറ്റി നടക്കുന്നത് ഉപ്പ. പക്ഷേ ഉമ്മാന്റെ പ്രയാസങ്ങൾ ഒരു പക്ഷെ മക്കളോട് പറഞ്ഞു തരൂ. പക്ഷെ ഉപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപ്പാന്റെ പ്രയാസം മക്കളെ അറിയിക്കലില്ല. ലോകത്ത് പഠനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത് പുരുഷന്മാർക്കാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? സ്ത്രീകൾ അവരെ വിഷമം അവർ പറഞ്ഞു തീർക്കും അവരുടെ ഭർത്താക്കന്മാരോട്, അവരുടെ മക്കളോട്. പുരുഷന്മാരോട് ആരോടും പറയാറില്ല. അവരടക്കി വെച്ചിട്ട് അവർ അറ്റാക്ക് വരിക, അവർക്ക് ഹൃദയം പൊട്ടി മരിക്കുന്നുണ്ട് പുരുഷന്മാർ. ഉപ്പ അത് സ്വർഗത്തിന്റെ മധ്യ കവാടമാണ്. ഉമ്മ അത് ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. അതുകൊണ്ട് വീൽ ചെയറിലും ചർച്ചിലും വന്ന എന്റെ മക്കളെ, നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ ഉന്മേഷത്തിനുണ്ട്, ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ ആയുസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അവർ ചെയ്യുന്നതിന്റെ 100ൽ 1 അംശം ലോകത്ത് ആര് ചെയ്താലും ആവില്ല മക്കളെ. നിങ്ങളെ വിട്ടിട്ട് അവർക്ക് പോവാൻ അവർക്ക് തോന്നില്ല ഭൂമി ലോകത്ത്. അവരുടെ മനസ്സിന് ആദ്യം എന്താണെന്ന് അറിയുമോ? അവർ ജീവിച്ചിരിക്കുമ്പോ മക്കൾ. കാരണം എന്താ വെച്ചാൽ ഞാനെങ്ങാനും പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ആരുണ്ട്? ചോദിച്ചു നോക്കുക, ഇത്തരം മക്കളോട് ഉമ്മമാരോട് ചോദിച്ചു നോക്കുക. അവരുടെ മനസ്സിന് ആദ്യം വരിക, ഞാനെങ്ങാനും പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ആരുണ്ട് എന്ന് ചോദിച്ചു നോക്കുക. അവരുടെ മനസ്സിന് വേറെ ഒന്നുമല്ല, ഒരിക്കലും കെട്ടിടമോ ബിൽഡിങ്ങോ വാഹനമൊന്നുമല്ല. ആ മക്കൾ, ആ അമ്മമാർ പറയും, എനിക്കെന്തൊക്കെ സംഭവിച്ച എന്റെ കുട്ടിക്കാരുണ്ട്. അമ്മയുടെ ജ്യേഷ്ഠത്തി ഉണ്ടാവും, അമ്മയുടെ അനുജത്തി ഉണ്ടാവും, പലരും ഉണ്ടാവും. പക്ഷെ അമ്മയാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ഞാൻ എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടുമാണ് പറയുന്നത്. അത് കാരണം ഇവിടെ ഞാനിപ്പോ ഭക്ഷണങ്ങളൊക്കെ ഓരോരാണ് ഇങ്ങനെ വാരിക്കും. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, എങ്കിലും അൽഹംദുലില്ലാ ഭക്ഷണങ്ങളൊക്കെ ഓരോ ചെറിയ മക്കൾക്ക് വാരി കൊടുക്കുന്നത് പോലെ പലരും ഇങ്ങനെ വാരി കൊടുക്കുന്നതായിട്ട് കണ്ടു. അവർക്ക് ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ സാധാരണ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ടൂറ് പോയി കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. ഞാൻ രാവിലെ സുബഹിക്ക് എണീച്ചിട്ട് പുറത്ത് കറങ്ങും. പക്ഷെ പഠിച്ചോണ്ട് ഇന്നലെ എന്നെ പിടിച്ച് കെട്ടിയിട്ടത് ആ റൂമിൽ. കാരണം ആ റൂമിൽ എല്ലാം അങ്ങനത്തെ കുട്ടികളാണ്. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ. അത് അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ ശുക്ർ. ഞാനിങ്ങനെ പുറത്തു പോകാം. എന്റെ 2 പ്രിയ സഹോദരന്മാരുണ്ട്. ഇവരെ വിട്ടിട്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റൂല. എന്നെ പഠിച്ച വിട്ടതാണ്. പക്ഷെ ഞാൻ ആ ഒരു 2 ദിവസം കൊണ്ട് ഞാൻ ഇവരെ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഇത്ര വർഷം അവരെ ഉമ്മ, അവരെ ഉപ്പ അവർക്ക് വേണ്ടി അനുഭവിച്ച, കേവലം ഒരു ദിവസം കൊണ്ട് ഞാൻ അവരെ പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ അല്ലാഹുവാണ് സത്യം, അവരെ ഉമ്മയും ഉപ്പയും അനുഭവിച്ച ത്യാഗം എത്രയാ പറഞ്ഞാൽ തീരില്ല. അവരുടെ വിഷമം ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട ഈ വീൽ ചെയറിലും ബുദ്ധിമാന്യ കുറവുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ ഭാഗ്യം ചെയ്തവരാണ്, അനുഗ്രഹം കിട്ടിയവരാണ്. നിങ്ങൾ മനസ്സോട് ഒന്ന് സംസാരിക്കാതൊന്ന് കേൾക്കണേ. ഒരുപക്ഷെ ഇങ്ങനെ സമയം പോലും ഉണ്ടാവില്ല, പിശാചിന്റെ അടങ്ങാറുണ്ടാവും. എന്നാലും ഇത് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. കാരണം എന്താണെന്നറിയോ? അള്ളാഹു കനിഞ്ഞരുളിയാണ്. ഓരോ മനുഷ്യർക്കും ഓരോ പരീക്ഷണങ്ങളുണ്ട് ഭൂമിയിൽ. ഒരു പരീക്ഷണം നേരിടാതെ ഒരു പ്രവാചകൻ, ഒരു അമ്പിയ, ഒരു സഹാബി ഇവിടുന്ന് കടന്നുപോയിട്ടില്ല.
അള്ളാഹുവിന് ആരൊക്കെയാണ് പരീക്ഷണം ഇഷ്ടമുള്ളത് അവർക്ക് പരീക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ ബുദ്ധിമാന്യമുള്ള മക്കളുണ്ടല്ലോ, അവർക്ക് അള്ളാഹു നേരിട്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുക. അവർക്ക് ഹിസാബുമില്ല, അവർക്ക് ചോദ്യവുമില്ല, കബറിലെ ചോദ്യവുമില്ല, മനുഷ്യരിൽ വിചാരണയില്ല, ഒന്നുമില്ല. അവരെത്ര ഭാഗ്യവാന്മാരോ, അവർക്ക് സ്വർഗമാ. കാരണം എന്താണെന്നല്ലോ, അവരുടെ ബുദ്ധിമാന്യമുള്ള അവർക്ക് നമസ്കാരം പോലും നിർബന്ധമില്ല, മറ്റൊരു കാര്യവും നിർബന്ധമില്ല. അവർ സ്വർഗത്തിലെ അവകാശികളാണ്. അള്ളാഹുന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. മാതാപിതാക്കളെ നിങ്ങൾ എത്ര അനുഗ്രഹം നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ, എത്ര ഭാഗ്യം ചെയ്തവരാ. അവരെങ്ങാനും സ്വർഗത്തിലെത്തിയിരുന്നെങ്കിൽ അവർ ചോദിക്കും, ആദ്യം ചോദിക്കുന്നത് എന്താ അറിയോ, എന്റെ ഉമ്മ എവിടെ, എന്റെ ഉപ്പ എവിടെ? അതെ, നിങ്ങൾ ആ മക്കൾ സ്വർഗത്തിൽ പോവാ, ഇല്ല എന്റെ ഉമ്മയെ കാണാതെ, എന്റെ ഉപ്പയെ കാണാതെ, എന്റെ ഉമ്മ ഇല്ലാതെ, എന്റെ ഉപ്പ ഇല്ലാതെ ഞാൻ സ്വർഗത്തിൽ കടക്കൂല എന്ന് ആ മക്കൾ വാശി പിടിക്കുമ്പോൾ കാരുണ്യവാനായ റബ്ബിന് അത് കൊടുത്തേ മതിയാവൂ. കാരണം റബ്ബ് കാരുണ്യവാനാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം. അതുകൊണ്ട് തന്നെ അത്തരം മക്കളുള്ള മാതാപിതാക്കളെ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരിക്കലും ഒരു നിമിഷം പോലും നിങ്ങൾ ശപിക്കരുത്. അത്തരം മക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരു നിമിഷം പോലും എന്റെ ജീവിതം, എന്റെ ഭാവി, എന്റെ എങ്ങനെ ആയിപ്പോയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക്. കാരണം അത്തരം മക്കളെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മക്കളിലൂടെ നിങ്ങൾക്ക് അള്ളാഹു വെച്ചത് വലിയ സൗഭാഗ്യമാണ് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലൊരു നിമിഷം പോലും നിങ്ങളുടെ പരം എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നിങ്ങൾ മനസ്സിനോട് വിചാരിക്കരുത്. വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തത്. ഒരു നിമിഷം പോലും ആ മക്കളെ വിചാരിച്ച് ആ മക്കൾ ശപിക്കുന്ന ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. ഒരു നിമിഷം പോലും നിങ്ങളുടെ മനസ്സിലെ മക്കൾ ശപിക്കുന്ന, നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷേ ഈ കാതറെന്നെ പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മ അവർക്ക് അനുഭവിക്കുന്ന വിഷമം എത്രയാണ് ഇല്ല മനസ്സിലാവില്ല. ഞാൻ ഇന്നലെ